പവർ പോയിന്റ്. ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് പവർ പോയിന്റിനെ കുറിച്ച് അറിഞ്ഞാലോ? സ്റ്റാർട്ട് ബട്ടണിൽ നിന്നാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2008 ഉണ്ട്, 10 ഉണ്ട്, 30 ഉണ്ട്. ഏത് വെർഷനാണോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത് അതിനനുസരിച്ച് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് വരുന്ന സ്ക്രീനിൽ നിന്നും ഫയലിൽ ന്യൂ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫ്രഷായുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ടോപ്പിലായി ഒരു ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ പ്രസൻറ്റേഷൻ എന്നെഴുതിയിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് പവർ പോയിൻറ്റിൻ്റെ ഫയൽ നെയിമാണ്. അതായത് പവർ പോയിൻറ്റിൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന വേർഡാണ്. ഇനി അപ്പോൾ ആലോചിക്കും ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? അതായത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ട് ഇട്ട് അതിൻ്റെ കൂടെ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ്റെ എക്സ്റ്റൻഷൻ അഥവാ പവർ പോയിൻ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .pptx എന്നാണ്. ഇനി ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ വരുന്ന ഏരിയയാണ് മെനു ബാർ എന്ന് പറയുന്നത്. പ്രസൻറ്റേഷനിലുള്ള അതായത് പവർ പോയിന്റിലുള്ള പ്രധാന മെനൂസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ടൂൾ ബാർ ആണ് വരുന്നത്. പ്രസൻറ്റേഷൻ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2008 ഉണ്ട്, 10 ഉണ്ട്, 30 ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതാണോ വെർഷൻ അതനുസരിച്ച് ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഫയലിൽ ന്യൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന മാതിരി ബ്ലാങ്ക് ഫയൽ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫ്രഷ് പേജ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്ന ഏരിയയാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൽ വരുന്ന കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. പ്രസൻറ്റേഷനും എക്സ്റ്റൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടൈറ്റിൽ ബാറിൽ വരും. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് മെനു ബാർ, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ടൂൾ ബാർ എന്ന് പറയും. ഇനി നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ 9 രീതിയിലുള്ള സ്ലൈഡ് മോഡലുകൾ, അതായത് ഡിഫോൾട്ട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെംപ്ലേറ്റ്സ് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് മോഡലാണോ നമ്മുടെ പ്രസൻറ്റേഷൻ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് ചൂസ് ചെയ്യാം. 9 ടൈപ്പ് ഉണ്ട്.